ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ചാനലിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇട്ട വീഡിയോസിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റ്സിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളുടെ കയ്യിലുള്ള വാക്യൂം ക്ലീനറിൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം കുറേയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് പേരെങ്കിലും, പിന്നെ കൂടാതെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ശരി, അധികം എന്നോട് ഇപ്പോൾ ചോദിക്കുന്നത് ഈ ഒരു കോഡ്ലെസ് വാക്യൂം ക്ലീനർ എങ്ങനെയുണ്ട്, അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കോഡ്ലെസ് വാക്യൂം ക്ലീനറാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയറിൻ്റെ അടുത്തായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതുതായി വാങ്ങി അത് അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും അതിൻ്റെ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ തോന്നിയെന്നും അതേപോലെ തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നും അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കാരണം ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്, അറ്റാച്ച്മെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇതുപോലത്തെ ഐറ്റംസൊക്കെ അധികം ഡെലിക്കേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് ഇത് യൂസ് ചെയ്യാറ്. മാക്സിമം വളരെ നല്ല രീതിയിലാണ് ഞാൻ ഇതിനെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 അറ്റാച്ച്മെൻറ്റാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ഈ ഒരു മോട്ടറൈസ്ഡ് ബ്രഷും അടുത്തതായിട്ട് ഈ ഒരു മാട്രസ് ബ്രഷും. ആ മാട്രസ് ബ്രഷ് ഇങ്ങനെയും നമുക്ക് വെച്ച് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് മൊത്തമായിട്ട് ഊരിയിട്ട് നമുക്ക് അത് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു അറ്റാച്ച്മെൻറ്റുകളൊക്കെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈസിയാണ് സംഭവങ്ങൾ. ഇതുപോലെ ഊരിയെടുക്കാം, വേഗമായിട്ട് വെക്കാം. അപ്പോൾ ഈ 2 ബ്രഷാണ് എനിക്ക് മാക്സിമം ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ 2 ബ്രഷിലും കൂടെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഡെയിലി ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോട്ടറൈസ്ഡ് ബ്രഷാണ്. ഇത് നമുക്ക് നിലം നന്നായിട്ട് അടിച്ചു വരുന്ന ആ ഒരു പർപ്പസാണ്, നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിലൊരു പ്രശ്നമാണ് പറയുന്നത്, ഇതുപോലത്തെ വലിയ വലിയ പേപ്പേഴ്സ് പോലത്തെ മക്കൾ ഇവിടെ എപ്പോഴും പേപ്പർ കട്ട് ചെയ്തിടും നിലത്ത്. അപ്പം ഞാൻ അത് വാക്യൂം ചെയ്യുമ്പം ഇത് മൊത്തമായിട്ട് ഉള്ളിലേക്ക് ആ ഒരു കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോകാതെ ഈ ഒരു ആ ബ്ലൂ കളർ ബ്രഷ് കാണുന്നില്ല, അതിൻ്റെ ഇടയിൽ പോയി നിൽക്കും. അതിൻ്റെ ഇടയിൽ പിന്നെയും പൊടി വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ വാക്യൂം ചെയ്യുമ്പോൾ ആ പൊടി മൊത്തം പിന്നെയും നിലത്താവുകയാണ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് തട്ടുമ്പോഴത്തേക്കും ആ പൊടി നിലത്തേക്ക് ആവും. അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വലിയ വലിയ പേപ്പേഴ്സൊന്നും ഇതിലങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാത്തതായിരിക്കും നല്ലത്. ഈ മുകളിൽ കാണുന്നതാണ് അതിൻ്റെ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന പോർഷൻ. അതും ഇതേപോലെ തന്നെ അത് ഫുള്ളായി കഴിഞ്ഞാൽ, ആ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന പോർഷൻ ഫുള്ളായി കഴിഞ്ഞാൽ റിവേഴ്സായിട്ട് പൊടി വരുന്നുണ്ട്. അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു, ഞാൻ യൂഷ്വലി അതൊരു 2 days 3 days കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിത് വീഡിയോ പേർപ്പസിനായിട്ട് കുറച്ച് ദിവസത്തോളം ക്ലീൻ ചെയ്യാണ്ട് വെച്ചതാണ്. അപ്പോൾ കണ്ടില്ലേ, റിവേഴ്സായിട്ട് ആ ഒരു പൊടി തിരിച്ച് ഈ ഒരു പൈപ്പിലൂടെ പുറത്തേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ബാറ്ററി ഫസ്റ്റ് ഞാൻ പറയാം. ബാറ്ററി നമ്മൾ ഫുൾ ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 6 hours ചാർജിങ് ടൈം വരുന്നുണ്ട്. അതിൽ ഞാൻ ഡെയിലി ഒരു 15 minutes ക്ലീൻ ചെയ്യാൻ ടൈം എടുക്കാറുള്ളത്. എനിക്കൊരു 4 days to 5 days മാക്സിമം ഇതിൻ്റെ ചാർജ് നിൽക്കാറുള്ളത്. ഞാൻ പറയുന്നത് നോർമൽ ക്ലീനിങ് ലോ സ്പീഡിലിട്ടിട്ട് ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാറുള്ളതാണ്. ഞങ്ങളത് ഇവിടെ ഒരു മീഡിയം സൈസുള്ള 1 BHK ആണ്. അപ്പം എനിക്ക് ഈ ഒരു ഇത്രയും ദിവസം ഇത് ഈ ഒരു ചാർജിന് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. മെയിനായിട്ട് 3 സ്പീഡാണുള്ളത്: ലോ സ്പീഡ്, മീഡിയം സ്പീഡ്, ഹൈ സ്പീഡ്. അതും ഞാൻ ഈ ലോ സ്പീഡിലിട്ടിട്ടാണ് ഡെയിലി ക്ലീനിങ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ട്, എത്ര പവർഫുൾ ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടി കുറച്ച് പരിപ്പ് നിലത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഫസ്റ്റ് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്, ഫസ്റ്റ് ഒരു ഇതിലാണ്. ഇപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു ബാറ്ററി കണ്ടോ, 3 എണ്ണമാണ് ഫുൾ ചാർജ് ആണെങ്കിൽ കത്തുക. ഇതിപ്പോൾ 2 എണ്ണേ കത്തുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കണ്ടോ, ഹൈ സ്പീഡിലിടുമ്പോഴത്തേക്കും ഇതിൻ്റെ ചാർജ് കുറയും. ഹൈ സ്പീഡിലിടുകയാണെങ്കിൽ ആകെ കൂടെ കിട്ടുക ഒരു 10 minute മാക്സിമം കിട്ടും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒന്നാമത് ബാറ്ററി കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ചാർജ് കൂടുതൽ നിൽക്കുക. അപ്പം അതായിരിക്കും. എന്നാലും ഒരു 10 minute ഹൈ സ്പീഡിൽ കിട്ടുള്ളൂ.
ഇത് ഞാൻ ലോ സ്പീഡിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ക്ലീൻ ആവുന്നുണ്ട് എന്നുള്ളത് കാണാനായിട്ട് പറ്റുന്നില്ല. പിന്നെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അധികം സൗണ്ടൊന്നും ഇന്ന് വരുന്നില്ല, കുഴപ്പമില്ല, ഒരു മീഡിയം സൗണ്ട്, അത് ഇത്ര നമ്മളെ ശ്രദ്ധിക്കില്ല. ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ലോ സ്പീഡിൽ തന്നെ ഇതുപോലത്തെ പാർട്ടിക്കിൾസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. കണ്ടോ, കളക്ട് ചെയ്ത് ആ ഡെക്റ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, നന്നായിട്ട് കളക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫുൾ ചാർജ് ചെയ്ത് ലോ സ്പീഡിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ഹവറാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കമ്പനി പറയുന്നത്. അത് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്നുമുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്നാമത് ഇതുപോലത്തെ പ്രൊഡക്ട്സ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു 3 BHK വരെയുള്ള അപ്പാർട്ട്മെൻറ്റുകളിൽ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് അത്രയല്ലേ ഏരിയ ഉണ്ടാവുള്ളൂ, ആ ഒരു ഏരിയയ്ക്ക് ഇത് ബെസ്റ്റാണ്. അതേപോലെ ഫുൾ ചാർജ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 6 ഹവേഴ്സോളം ചാർജ് ചെയ്യാനായിട്ട് ഇടേണ്ടി വരും. ഞാൻ ആഴ്ചയിൽ അധികം 1-2 വട്ടമാണ് ഇതുപോലെ ചാർജ് ചെയ്ത് ഇടാറുള്ളത്. ഇതേപോലെ ഇതിൻ്റെ ഒരു ക്ലീനിങ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡക്റ്റ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഊരിയെടുക്കേണ്ടതെന്നും ക്ലീൻ ചെയ്യേണ്ടതെന്നും നമ്മളുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്യാറുള്ളത്. പിന്നെ അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊന്നും വെള്ളം ഒഴിച്ച് കഴുകാറില്ല, ബ്രഷ് ചെയ്തിട്ട് കളയാറാണ്. അതൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഞാനിവിടെ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഡയസൻ്റെ ഡെമോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയസൺ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ്, പക്ഷേ കുറച്ചും കൂടി ഇതിനേക്കാളും വളരെ നല്ല പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. അത് ആ റേറ്റിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് ആമസോൺ പ്രൈസ് ഒരു 15,000 16 ഉള്ളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഡയസൺ വരുമ്പം വെറ്റ് ആൻഡ് ഡ്രൈ ഓപ്ഷൻ ഉണ്ട്. വെറ്റും ഡ്രൈ എന്നാൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലാണ്ട് നോർമൽ ഇതുപോലത്തെ ഡ്രൈ ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നതിന് 60,000 17 ഉള്ളിലാണ് വരുന്നത്. അല്ലാതെ ഈ ബേസിക് മോഡലിന് ഡയസണിൽ വരുന്നത് ഒരു 35,000 ഉള്ളിലാണ്. കുറച്ചും കൂടി പവർഫുള്ളാണത്. ഇപ്പം നമ്മൾ പ്രൈസ് വൈസ് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അത് ഭയങ്കര പെർഫോമൻസ് പ്രതീക്ഷിക്കാതെ നമ്മളൊരു മീഡിയം പെർഫോമൻസിലാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോഫാറിൻ്റെ ഒരു പെർഫോമൻസും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ. ഇത് 2 ഫിൽറ്റർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകരുതെന്നാണ് പറയുന്നത്. അതേപോലെ മോട്ടറൈസ്ഡ് ബ്രഷിന് ഇതുപോലത്തത് കഴുകാറുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. ഞാൻ ഇതുപോലെ ജസ്റ്റ് 2 വീക്സ് കൂടുമ്പോൾ ഇതുപോലെ വാഷ് ചെയ്യാറുണ്ട്. ഈ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.